നമസ്കാരം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ കുത്തക കമ്പനികൾ കാർഷിക മേഖലയെ കൊള്ളയടിക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കേന്ദ്ര സർവകലാശാലയുടെ ശിലാസ്ഥാപനം ശനിയാഴ്ച പെരിയയിൽ കേന്ദ്രമന്ത്രി പള്ളം രാജു നിർവഹിക്കും. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കും. ജില്ലാ സ്കൂൾ കലോത്സവം കയ്യൂർ ഉത്സവലഹരിയിൽ. മത്സര ഇനങ്ങൾ പുരോഗമിക്കുമ്പോൾ ഹോസ്ദുർഗ് ഉപജില്ല മുന്നിൽ. ഡിവൈഎഫ്ഐയുടെ യൂത്ത് മാർച്ച് കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ചു. ശനിയാഴ്ച മാർച്ചിന് കാഞ്ഞങ്ങാട് സ്വീകരണം നൽകും. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ കുത്തക കമ്പനികൾ കാർഷിക മേഖലയെ കൊള്ളയടിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. CITU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് കൂളിയടുക്കത്ത് നടന്ന കാർഷിക സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ ഈ സമരം 1-ാം തീയതി ആരംഭിച്ചപ്പോൾ തലേ ദിവസം അടൂർ പ്രകാശ് ഒരു പത്രസമ്മേളനം വിളിച്ചു. റവന്യൂ മന്ത്രി അദ്ദേഹം പറഞ്ഞു 3 സെന്റ് ഭൂമി വീതം 1 ലക്ഷം പേർക്ക് ആഗസ്റ്റ് മാസത്തിൽ കൊടുക്കും. അടൂർ പ്രകാശ് 1.5 കൊല്ലം ഉറങ്ങിയായിരുന്നു. ഈ സമരം പ്രഖ്യാപിക്കുന്നവരെ ഈ 3 സെന്റ് ഭൂമി കൊടുക്കുമെന്ന് എന്തുകൊണ്ട് അടൂർ പ്രകാശ് പ്രഖ്യാപിച്ചില്ല? മാത്രമല്ല 3 സെന്റ് ഭൂമി എന്ന് നക്കാപ്പീച്ച ഭൂമി കൊടുത്ത് ഈ സമരം നിർത്താൻ പോകുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇപ്പോൾ നിർദ്ദേശം ഗ്രാമവികസന വകുപ്പ് പറയുന്നത് ചുരുങ്ങിയത് 10 സെന്റ് ഭൂമി കൊടുക്കണം ഭൂരഹിതർക്ക് എന്നാണ്. കേന്ദ്ര ഗവൺമെന്റ് 10 സെന്റ് ഭൂമി പറയുമ്പോഴാണ് ഇവിടെ അടൂർ പ്രകാശ് 3 സെന്റ് തരാം എന്ന് സമരക്കാരോട് പറയുന്നത്. ഇപ്പോൾ ഭൂരഹിതരായിട്ടുള്ള 3 ലക്ഷത്തോളം ആളുകൾ പേർ രജിസ്റ്റർ ചെയ്ത് കാത്തു കിടക്കുന്നവരോട് പറയുന്നു നിങ്ങൾക്ക് 3 സെന്റ് തരാം. ഇത് ഭൂരഹിതരെ കബളിപ്പിക്കാനാണ്. കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ കുത്തക കമ്പനികൾ കാർഷിക മേഖലയെ കൊള്ളയടിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. CITU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കോളിയടുക്കത്ത് സംഘടിപ്പിച്ച കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളി എന്ന വിഷയത്തിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ കാർഷിക മേഖലയെ ബഹുരാഷ്ട്ര കുത്തകകളുടെ സൗകര്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. ലോക വ്യാപാര സംഘടനയുടെ തിട്ടൂരമനുസരിച്ചാണ് കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയം. ഇത് ഇന്ത്യയിലെ കർഷകരെ കൊള്ളയടിക്കുന്നതാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിയുമ്പോൾ ഇതുപയോഗിച്ചുള്ള വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടുന്നു. ഇത് കുത്തക മുതലാളിമാരുടെ താൽപ്പര്യം സംരക്ഷിക്കാനാണെന്നും കോടിയേരി പറഞ്ഞു. CPIM ഉദുമ ഏരിയ സെക്രട്ടറി KV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. K കുഞ്ഞിരാമൻ MLA സംസാരിച്ചു. T നാരായണൻ സ്വാഗതം പറഞ്ഞു. കേന്ദ്ര സർവകലാശാലയുടെ ക്യാമ്പസിന്റെ ശിലാസ്ഥാപനം പെരിയയിൽ കേന്ദ്രമന്ത്രി പള്ളം രാജു നിർവഹിക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കേന്ദ്രമന്ത്രിമാരായ E അഹമ്മദ്, ശശി തരൂർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. 2013 ഞങ്ങളവിടെ ക്ലാസ് തുടങ്ങുമ്പോൾ കുറച്ച് കോഴ്സുകളെങ്കിലും അവിടെ തുടങ്ങത്തക്ക വിധത്തിൽ ഉള്ള ഒരു കുറച്ച് കെട്ടിട സമുച്ചയം അവിടെ വരുന്നതാണ് ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ വിചാരിക്കും അതെന്ത് മാജിക്കാണ്. പക്ഷേ ഇപ്പോൾ സെമി പെർമനൻറ്റ് സ്ട്രക്ചർ വളരെ പെട്ടെന്ന് വരും. അത് ഞങ്ങൾ CPWD ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് മെയ് മാസത്തോടു കൂടി സംഗതി ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും എന്നാണ്. അതിൻ്റെ വർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പെരിയയിൽ ആരംഭിക്കുന്ന കേന്ദ്ര സർവകലാശാല ക്യാമ്പസ് ഉദ്ഘാടനവും ശിലാസ്ഥാപനവും ശനിയാഴ്ച കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി പള്ളം രാജു നിർവഹിക്കും. വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസാണ് ഇക്കാര്യം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. പെരിയയിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച 310 ഏക്കറിൽ ആധുനിക രീതിയിലുള്ള ഗ്രീൻ ക്യാമ്പസിനുള്ള മാസ്റ്റർ പ്ലാൻ നിരവധി വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തയ്യാറാക്കിയതായും വൈസ് ചാൻസലർ അറിയിച്ചു. ഇത് ചടങ്ങിൽ വെച്ച് മന്ത്രി ഡോക്ടർ ശശി തരൂർ പ്രകാശനം ചെയ്യും. ജനുവരി 5 രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധ്യക്ഷത വഹിക്കും. കേന്ദ്രമന്ത്രി E അഹമ്മദ്, സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് എന്നിവർ വിശിഷ്ട അതിഥികളായിരിക്കും. P കരുണാകരൻ MP യൂണിവേഴ്സിറ്റി ന്യൂസ് ലെറ്റർ പ്രകാശനം ചെയ്യും. യൂണിവേഴ്സിറ്റി ചാൻസലർ ഡോക്ടർ VN ചോപ്ര, ഉദുമ MLA K കുഞ്ഞിരാമൻ എന്നിവർ സംസാരിക്കും. MLA മാരായ E ചന്ദ്രശേഖരൻ, NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, K കുഞ്ഞിരാമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി, മുൻ മന്ത്രിമാരായ CT അഹമ്മദ് അലി, ചർക്കളം അബ്ദുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A കൃഷ്ണൻ, പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ TE അബ്ദുള്ള, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ, ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി ചായൻഡടി, ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീർ, സ്റ്റുഡൻസ് കൗൺസിൽ പ്രസിഡന്റ് അനൂപ് PV എന്നിവർ ആശംസകൾ അർപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ വൈസ് ചാൻസലറോടൊപ്പം ഡീൻ ഡോക്ടർ ജേക്കബ് ചാക്കോ,
രജിസ്ട്രാർ ഡോക്ടർ അബ്ദുൾ റസാഖ്, ഫിനാൻസ് ഓഫീസർ പി ഭാസ്കരൻ, പരീക്ഷാ കൺട്രോളർ വി ശശിധരൻ, അഡ്മിനിസ്ട്രേഷൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ എസ് ഗോപിനാഥ്, മീഡിയ റിലേഷൻ ഓഫീസർ ഡോക്ടർ ആർ ഗിരീഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. ഒരു ഇടവേള. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം. മലയാളിക്കെന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ? മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട് വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467 220 4467. ആയുർവേദം പ്രകൃതി കനിഞ്ഞു നൽകിയ ജീവനൌഷധങ്ങളാൽ മാനവരാശിക്ക് രോഗദുരിതങ്ങളില്ലാതെ കഴിയുന്നതിനുള്ള ജീവന മന്ത്രം. ധാര, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, നവരക്കിഴി, പഞ്ചകർമ്മ മുതലായ ആധികാരിക ചികിത്സകൾ. കൂടാതെ നിങ്ങളെ അലട്ടുന്ന ഏത് രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം. സുഖപ്രദമായ പരിചരണം. പാരമ്പര്യം ചോർന്നു പോകാതെ അത്യാധുനിക സജ്ജീകരണങ്ങൾ. വിപുലമായ ഫാർമസി. ശാന്തമായ അന്തരീക്ഷം. വിശാലമായ പാർക്കിംഗ്. പ്രകൃതി ജീവനത്തിനിണങ്ങിയ ഭക്ഷണശാല. ദീപ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കുസവൻകുന്ന്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. ഫോൺ 0467 2980 148. വാർത്തകൾ തുടരുന്നു. കടലിൽ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ തടവ് പ്രതികളായ ഇറ്റാലിയൻ നാവികർ തിരിച്ചെത്തി. വെള്ളിയാഴ്ച രാവിലെ ഇറ്റാലിയൻ സൈനിക വിമാനത്തിലാണ് ഇവർ കൊച്ചിയിലെത്തിയത്. കടൽ കൊലക്കേസിലെ പ്രതികളായ ഇറ്റാലിയൻ നാവികർ കൊച്ചിയിൽ തിരിച്ചെത്തി. രാവിലെ 7:50 ഇറ്റാലിയൻ സൈനിക വിമാനത്തിലാണ് നാവികസേനാംഗങ്ങളായ ലാത്തറെ മസാമിലേനിയോ, സാൽവത്താറോ ജിറോൺ എന്നിവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. ഇറ്റലിയിലെ സിയോപിനോ വിമാനത്താവളത്തിൽ നിന്നും പ്രത്യേക സൈനിക വിമാനത്തിൽ കയറുന്നതിന് മുമ്പായി ഇറ്റാലിയൻ പ്രോസിക്യൂട്ടർമാർ ഇവരെ 5 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ക്രിസ്മസ് ആഘോഷത്തിന് ഇവർ നാട്ടിലേക്ക് പോയത്. 6 കോടി രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടിയും നൽകിയിരുന്നു. ഈ മാസം 10 വൈകിട്ട് 3 മുൻപ് തിരിച്ചെത്തണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. വിമാനത്താവളത്തിൽ നിന്നും ഇവരെ നേരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. തുടർന്ന് കൊല്ലം കോടതിയിൽ പാസ്പോർട്ട് ഹാജരാക്കി. കോടതിയുടെ മുൻ നിബന്ധനകൾക്ക് വിധേയമായി ഫോർട്ട് കൊച്ചിയിൽ തന്നെയാണ് തുടർന്നും ഇവർ താമസിക്കുക. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊല്ലം നീണ്ടകരയ്ക്കടുത്ത് കടലിൽ ഇറ്റാലിയൻ കപ്പലായ എൻട്രിക്ക ലെക്സിക്കയിൽ നിന്നും വെടിയേറ്റ് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ച സംഭവത്തിലാണ് ഇറ്റാലിയൻ നാവികർ അറസ്റ്റിലായത്. To have the 2 Marines back at the end of this special permission, and this commitment, which was based on the honor of the Italian government, of the Italian armed forces, of the Italian diplomacy, has been kept. So I'm sure that the people of India, the people of Kerala, they will appreciate the importance of this gesture, which we have done in good faith, and I'm sure that this will help to find a positive solution to this case. കയ്യൂരിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവ വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ഹോസ്ദുർഗ് ജില്ലയാണ് മുന്നിൽ. തൊട്ടടുത്തായി ചെറുവത്തൂരും ബേക്കലുമുണ്ട്. സംഗീതം പെയ്തിറങ്ങിയ ജില്ലാ സ്കൂൾ കലോത്സവ വേദികളിൽ ഒന്നാമതെത്താൻ ഉപജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ചാണ് പോരാടുന്നത്. 82 പോയിന്റ് നേടിയാണ് ഹോസ്ദുർഗ് ഉപജില്ല മുന്നിൽ നിൽക്കുന്നത്. 75 പോയിന്റ് നേടി ചെറുവത്തൂരും 73 പോയിന്റ് നേടി ബേക്കലും തൊട്ടുപിന്നിലുണ്ട്.
72 പോയിന്റ് നേടി കാസർഗോഡും തിളങ്ങുന്നു. കുമ്പള 55 പോയിന്റും ചിറ്റാരിക്കൽ 52 പോയിന്റും മഞ്ചേശ്വരം 26 പോയിന്റും നേടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ കുത്തക കമ്പനികൾ കാർഷിക മേഖലയെ കൊള്ളയടിക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കേന്ദ്ര സർവകലാശാലയുടെ ശിലാസ്ഥാപനം ശനിയാഴ്ച പെരിയയിൽ കേന്ദ്രമന്ത്രി പള്ളം രാജു നിർവഹിക്കും. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കും. ജില്ലാ സ്കൂൾ കലോത്സവം കയ്യൂർ ഉത്സവലഹരിയിൽ. മത്സര ഇനങ്ങൾ പുരോഗമിക്കുമ്പോൾ ഹോസ്ദുർഗ് ഉപജില്ല മുന്നിൽ. ഡിവൈഎഫ്ഐയുടെ യൂത്ത് മാർച്ച് കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ചു. ശനിയാഴ്ച മാർച്ചിന് കാഞ്ഞങ്ങാട് സ്വീകരണം നൽകും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.